നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നങ്ങനെ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ 18ാം ലോക്സഭ സമ്മേളനം ഇന്ന് ആരംഭിച്ചു. സത്യപ്രതിജ്ഞയാണ്. അതെ, സുരേഷ് ഗോപിക്ക് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് എനിക്ക് തോന്നുന്നു പുള്ളിയൊരു മനസ്സിലൊരു പ്രാർത്ഥന നടത്തി ചിലപ്പോൾ ഉറക്കായി പോയതാണെന്ന് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ സത്യപ്രതിജ്ഞ പാടില്ല എന്നുള്ളതാണ്. ദൈവനാമത്തിൽ പണ്ട് നമ്മുടെ ഉമേഷ് ചള്ളിയിൽ എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ MLA, അത് JSSൻ്റെ ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം കേരള നിയമസഭയിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനൊരുപാട് പ്രശ്നങ്ങളൊക്കെ എത്തിയത്. ഒന്ന് ദൈവനാമം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്നുള്ളതാണ് രീതി. ഇത് സത്യപ്രതിജ്ഞയുടെ ഭാഗമല്ല. അദ്ദേഹം ഇങ്ങനെ ഒന്നും എന്താണ് ഒരു ആത്മകഥ നടത്തിയാണ്, ഒരു പ്രാർത്ഥന മനസ്സിൽ നടത്തിയതാണ്. അല്പം ഉറക്കായി പോയെന്നുള്ളതേ ഉള്ളതാണ്. അതിന് വലിയ വിവാദത്തിലൊന്നും ഇല്ല വിവാദത്തിനും സാധ്യതയില്ല. എന്തായാലും അത് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഈ ഒരു സഭ നമ്മൾ ലൂസ് ടോക്ക് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പുതിയ പാർലമെൻറ്റ് വരെയാണ്. പുതിയ അംഗങ്ങൾ, ഒരുപാട് പുതിയ മുന്നണികൾ, അങ്ങനെ സഖ്യകക്ഷികൾ. നേരത്തെ കഴിഞ്ഞ 2 തവണയും BJP ഭരിച്ചത് അവരൊക്കെ മറ്റേ NDA ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് സംഗതി റെഡിയായിരുന്നു, ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സഖ്യകക്ഷികളുടെയും കൂടെ സഹായം അവർക്ക് വേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ തന്നെ ഇവരുടെയും കൂടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ വിഷയം, ഇപ്പം നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പഠിക്കാനുള്ള ഒരു അവസരം, അതാണ് അവസ്ഥ. ഇവിടുത്തെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം ഉണ്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം വിഷയം എന്ന് വെച്ചാൽ +1 നമ്മൾ മലബാറിൽ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും സീറ്റ് ഇല്ലാത്ത അവസ്ഥ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ഇപ്പോഴും നമുക്കറിയാം ഈ രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ആദി എത്രയെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ രസകരമായ കാര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ്. കാരണം SFI നിവർത്തിയിട്ട് ഈ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞ അവസാനം KSUകാർ തടഞ്ഞു. അതുകൊണ്ട് പിന്നെ SFIക്കാർ കൂടെ സമരം തുടങ്ങി. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എന്തായാലും ഒരു കുറേ വർഷം കൊണ്ട് വെറുതെ ഇരിക്കുകയല്ലേ, ഇനി ഒന്ന് ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. വേറെ നിവൃത്തിയില്ലായിരുന്നു. കാരണം ഇതൊരു ജനകീയ വിഷയമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലായിടത്തും തന്നെ ഇത് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ രക്ഷിതാക്കളെല്ലാം ഇപ്പോൾ സ്കൂളുകളിലെല്ലാം തന്നെ കെട്ടിക്കിടക്കുന്നു, വന്ന് കാത്തു കിടക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു വശത്ത് ഇവിടെ KSU തന്നെ ശക്തിയുക്തമായിട്ട് സമരം ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പ്രതികൂട്ടിലാവുമെന്നറിയാം. വേറെ ഗതികേട് കൊണ്ടാണ് അവരിപ്പം ഇറങ്ങി സമരത്തിനെ സംബന്ധിച്ച്. നേരത്തെ സർക്കാർ എന്ത് വിദ്യാഭ്യാസ രംഗത്ത് പൊട്ടത്തനം കാണിച്ചാലും അതൊക്കെ ഇവിടെ ഒരാളെ അടിച്ചു കൊന്നിട്ട് പോലും പ്രത്യേകിച്ച് ഒന്നും പറയാൻ നമുക്കറിയാം. ആ ഒരു രീതിയാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കൂടി ഒരു റിസൾട്ട് നമുക്ക് പറയാമെന്നുള്ളതാണ്. കാരണം ഇനിയും ഇത്തരം വിഷയങ്ങൾ കണ്ടിട്ട് ഈ പറഞ്ഞ പോലത്തെ ഈ ന്യായീകരണം കൊണ്ട് നിന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് ചരിത്രപരമായ ഒരു മാറ്റം വന്നു തുടങ്ങി. ഇപ്പൊ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ ഉണർന്നു തുടങ്ങി. ആ ഉള്ളിൽ നിന്ന് പോലും എല്ലാവരും ഉണർന്നു. അപ്പൊ അതിനൊരു ഭാഗം SFIയും എണീറ്റ് കഴിഞ്ഞു. ഇപ്പൊ നാനാഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി വരെ എന്നുള്ളതാണ്. അത് മന്ത്രി ശിവൻകുട്ടി നൽകിയ ഒരു മുന്നറിയിപ്പാണ്. പറഞ്ഞത് തമാശയായിട്ടാണെങ്കിലും ഒരു മുന്നറിയിപ്പാണ്. ഉണ്ടായിരുന്നോളണം. മറ്റേ കുമാറുള്ള സാർ പറയുമ്പോൾ അച്ചടക്കം എങ്ങനെ നടത്തിയാൽ അറിയാമല്ലോ എന്ന് പറയില്ല, അതിൻ്റെതാണ്. നിങ്ങൾ കുറേ കാലം ഇങ്ങനെ വെറുതെ ഇരുന്നല്ലേ, അപ്പോൾ ഒന്ന് ഉഷാറായി കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നാളെ കണ്ട് ചർച്ചയുണ്ട് മന്ത്രിക്ക്. അപ്പോൾ ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്തുമാത്രം ഇതിനൊക്കെ തന്നെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന്. കാരണം യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്നവർക്ക് മനസ്സിലായി. വെറുതെ ന്യായീകരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ള സത്യം മനസ്സിലായി. ഒരുപക്ഷെ ശിവൻകുട്ടിയുടെ വാക്കുകളിലൊക്കെ വന്നത് അതായിരിക്കാം. ശിവൻകുട്ടിക്ക് തോന്നിക്കാണും ഇതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് LDFന് കിട്ടുകയും 2 സീറ്റ് UDFന് കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് LDF ഒന്ന് UDF ഒന്ന് BJP ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചായിരുന്നു പ്രതികരണം. ഇതൊക്കെ പിന്നെ ബൂർഷ മറ്റേ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ബൂർഷകളുടെ കൂട്ടിയേർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്നൊക്കെ പറഞ്ഞേനെ. അപ്പോൾ എന്തായാലും അങ്ങനെ അല്ല, വിദ്യാർത്ഥികളുടെ ഭാഗത്തും ഉണ്ട് എന്നുള്ളത് SFIക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതല്ല, വി ശിവൻകുട്ടി SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് നേരത്തെ. അതേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ കടന്നു വന്നതാണ്. ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് വി ശിവൻകുട്ടി SFIയുടെ സംസ്ഥാന നേതാവായിരുന്നു, വലിയ നേതാവായിരുന്ന ആളാണ്. അപ്പം അങ്ങനെയാണ് വന്നത് രാഷ്ട്രീയം. SFIക്ക് എപ്പോഴും പണി വരുന്നത് നമുക്കറിയാം. ഒന്നുകിൽ UDF അധികാരത്തിലേറിയാൽ മാത്രം അവർക്ക് കൂടുതൽ പണി വരുള്ളൂ. അതായത് ഇപ്പം എത്ര നല്ലത് ചെയ്താലും അതിലെ എന്തെങ്കിലും ഒരു ചെറിയ കടുകുമണി പ്രശ്നം ഉണ്ടെങ്കിൽ അത് അങ്ങനെ. അതുപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ഇപ്പം LDF സർക്കാർ ഭരിക്കുമ്പോൾ എത്ര വലിയ കുളരാതമാനം ചെയ്താലും അവർ പിന്നെ സൈലന്റ് ആയിരിക്കും, ന്യായീകരിക്കുക. സൈലന്റ് മാത്രമല്ല ന്യായീകരിക്കുകയും ചെയ്യും. അവർക്ക് അതുപോലെ തന്നെ ശിവൻകുട്ടി പറഞ്ഞ കാര്യമുണ്ട്. അവർ ഇത്രയും കാലം റെസ്റ്റ് എടുക്കുകയായിരുന്നില്ല. കാരണം എന്ത് ചെയ്താലും ഉണ്ടായിരിക്കുമല്ലോ. ഇത്രയും വലിയ ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല ഇപ്പൊ കേരളത്തിലെ പ്രത്യേകിച്ച് എല്ലാവരും ഇവിടം വിട്ട് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ SFI പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം അവരുടെ പ്രധാന പ്രശ്നങ്ങൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പിരിവ് നടത്തുക, കത്തിക്കുത്ത് നടത്തുക, ഗുണ്ടായിസം കാണിക്കുക, പേടിപ്പിച്ച് ആൾക്കാരെ വരുതിയിലാക്കുക, പരീക്ഷ തട്ടിപ്പ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അവർക്ക് വലിയ പരിപാടിയുള്ളത്. പക്ഷെ വലിയ വാർത്ത പ്രാധാന്യം മാത്രമല്ല, ഇപ്പോൾ വരുന്ന വിധി എഴുതാൻ പറഞ്ഞ ജഡ്ജിമാരെടുത്ത് ഇടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ക്രൂര വിനോദങ്ങൾ മാത്രമേ അവരുടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ജനകീയ മുഖത്തിന് വേണ്ടി അവരിറങ്ങി. ഇപ്പൊ എന്തായാലും നാനാഭാഗത്ത് നിന്ന് തള്ളക്കി വിളിക്കുകയല്ലേ, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂടെ ചെയ്ത് സിദ്ധാർത്ഥന്റെ മരണം വലിയ ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ നടന്ന ചർച്ചകളിലെല്ലാം തന്നെ അവർ പലരും പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം കാര്യം ആ പാവപ്പെട്ട കുട്ടിയെ ഇത്രയും ഭീകരമായ രീതിയിൽ വധിച്ച് കൊന്നിട്ടും ഇവരാരും അതിനക്കാര്യത്തിലൊന്നും സാധാരണ പോലും കാണിക്കാത്ത രീതിയിലുള്ള പിന്നെ വിശദീകരണങ്ങളാണല്ലോ. ആദ്യ 2 ദിവസങ്ങളിലൊക്കെ ന്യായീകരണങ്ങളായിരുന്നു. പിന്നെ ന്യായീകരണം പൊളിഞ്ഞു എന്നുള്ളപ്പോഴാണ് പിന്നെ പതുക്കെ ഒന്ന് ട്യൂൺ മാറ്റിയത്. അതെ, അപ്പം അങ്ങനത്തെ വിവാദങ്ങളിലൊക്കെ അകപ്പെട്ട് ഇതിൻ്റെ പെട്ടെന്നൊരു മാറ്റം, അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊക്കെ വഴിവെച്ചത്. അപ്പം ഇനി അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. ഇനി പ്രതികരണങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും, നാനാ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി CPM-നെ ഒന്നൊരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളത് ഉറപ്പായി. കാരണം ഈ ജില്ലകളിൽ എല്ലായിടത്തും ഇപ്പം റിപ്പോർട്ടിങ്ങിന് പോകണമല്ലോ, എല്ലാ ജില്ലകളിലും പോയി സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ അവരെ അറിയിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ വേണമല്ലോ. ചെന്നിടത്തെല്ലാം ചീത്തവിളിയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ. കാരണം അവിടെ അവർക്ക് ഉൾപ്പാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ട് അവിടെ വിമർശിക്കാം. അതുകൊണ്ട് അവർ ഭയങ്കര വിമർശിച്ചു എന്നാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും അവിടെ റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാണ്. അദ്ദേഹം തട്ടാവാണ് കണ്ണൂർ. അവിടെ പോലും അവരെതിരായിരുന്നത്. കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലെ കാര്യമാണ്, അതൊന്നും പാർട്ടിക്കാർ കൂട്ടിക്കൊഴിക്കരുതെന്നും മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ്റെ ഉദാഹരണം പലരും ചൂണ്ടിക്കാട്ടിയെന്നാണ്. കോടിയേരിയുടെ മകൻ്റെ പേരിൽ അന്ന് കേസും പ്രശ്നമൊക്കെ വന്നപ്പോൾ കോടിയേരി അവധിയെടുത്ത് മാറിയിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞല്ലോ നിയമപരം നടപടി സ്വീകരിച്ചോട്ടെ എന്ന് പറഞ്ഞല്ലോ. കോടിയേരി അല്ലാതെ ഒരിക്കലും എൻ്റെ മോനെക്കുറിച്ച് ആരും ഒന്നും വേണ്ടി പോകരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞ ആരും പത്രക്കാരി വെച്ച പ്രകോപനാകൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇതൊക്കെ തന്നെ. പാർട്ടിയിൽ പിണറായിയുടെ അപ്രമാദിത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏതാണ്ട് ഇപ്പം ശരിയായി കഴിഞ്ഞിരിക്കുന്നു. അതെ, അതിൻ്റെ ഒരു ഇതുകൂടെയാണല്ലോ ഇപ്പം മൊത്തത്തിലുള്ളൊരു ജനവികാരം എല്ലാം കൂടെ. അപ്പം അതുമാത്രമല്ല, ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, അടുത്ത തന്നെ ഒരു വർഷത്തിനകത്ത് തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഏകദേശം നമുക്ക് കൂടുതൽ ഒരു ചിത്രം മനസ്സിലാവും. പിണറായിക്കെതിരെ എത്രത്തോളം ആളുകൾ, ഈ ഒരു സർക്കാരിനെതിരെ എത്രത്തോളം ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്, ഇനി വോട്ട് ചെയ്ത് ഇനിയും ഭരണത്തിലേറ്റണോ, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണോ, എല്ലാം തന്നെ കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോഴത്തെ ട്രെൻഡ്. കാരണം നാനാഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല മേഖലകളിൽ നിന്നും ഇപ്പോൾ അവർക്കെതിരെ എല്ലാം തിരിഞ്ഞിട്ടുണ്ട്. ആർക്കും ഇപ്പം എന്താ പറയാനാണ്, കൃത്യമായിട്ടൊരു മറുപടിയില്ല, ഉത്തരമില്ല. ഇപ്പൊ അഴിമതി എന്ന് പറയുമ്പോൾ വീടുകളിലേക്ക് ചുരുങ്ങുന്ന, ഇപ്പം ബാക്കിയുള്ളവരാരും കളങ്കിതരാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരാൾ കാരണം മൊത്തത്തിൽ ഇപ്പം സഹിച്ചാൽ അവരെ വിഴുപ്പ് ചുമക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക് ബാക്കി എല്ലാവർക്കും ഉള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ കോട്ടയത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാട് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തെ സ്റ്റേജ് ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അവമാനിച്ചത്. ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളാണെന്ന രീതിയിൽ പ്രസംഗിച്ചല്ലോ എന്ന്. അതൊക്കെ തൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അത് ഘടകകക്ഷികൾ പറയേണ്ടി വരും. പക്ഷേ പാർട്ടി യോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യോഗത്തിൽ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത നേതാവായ ജോസ് കെ മാണി പറഞ്ഞാൽ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, മുഖ്യമന്ത്രി മാത്രം കുറ്റം പരത്തേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സത്യമാണത്. ഓരോ സ്ഥാനാർത്ഥികളും വന്ന് അവരൊക്കെ പറയാനുള്ള വിഷമങ്ങൾ അവർ പറയും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതെ, ഈ എന്താ പറയാനാണ്, ഈ ഒരു ജയം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കഴിഞ്ഞ ജയത്തിനൊക്കെ പിണറായിയുടെ മുഖമാണ്, ക്യാപ്റ്റനാണ്, പിണറായിയുടെ ഇത് വെച്ചാണ് ജയിച്ചതെന്നൊക്കെ പറയുമല്ലോ. അപ്പം എന്താ തോൽവി ഏറ്റെടുക്കാൻ എന്താണ് ഇത്ര വിഷമം? അല്ലെങ്കിൽ തോറ്റ് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ അല്ലേ? ഇത്രയും മുഖം വച്ചും ഫ്ലെക്സ് അടിച്ചും എല്ലാത്തിലും വലിയ നിറങ്ങി നിന്നത് പിണറായി വിജയൻ തന്നെയാണല്ലോ. പൊതുവെ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, എന്ന് വെച്ചാൽ ഈ വിജയത്തിൻ്റെ രക്ഷകർത്താക്കൾ ഒരുപാട് പേരാണ് പരാജയ അനാഥനാണെന്ന്, ഓർഫനാണെന്ന് പറയും. അത് സത്യമാണ്. ഇപ്പോൾ ആരും ആ കുറ്റ കൈയാക്കുന്നില്ല. മാത്രമല്ല ഈ പാർട്ടിയെ പരമാവധി പരാജയത്തിലേക്ക് എത്തിച്ച ഈ നേതാക്കന്മാരെ പ്രസ്ഥാനങ്ങളതൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല ഇവർ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇവരിപ്പോഴതിന് പ്രതിരോധം തീർത്തത് കൊണ്ട് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഇവർ പാർട്ടിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞത് നേരെ അണികളുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള തലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുള്ളത് ഇപ്പോൾ എന്തെങ്കിലും കുറ്റം വന്നു കഴിഞ്ഞാൽ കുറ്റവാളി ഇപ്പം അവർക്ക് സഹായിച്ച ആൾക്കാരെ തന്നെ കുറ്റവാളിയാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു രീതി ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ. അതിനു മുന്നേ തന്നെ ഇവർ പ്രതിരോധം തീർത്ത് നന്നായി. 4 വശത്തു നിന്ന് ഈ ഇടത് സഹയാത്രികർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടവർക്ക് മുതലേ അവരെ മുമ്പിലേക്കായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഇവരുടെ പ്രവർത്തനം മോശമായതുകൊണ്ടാണ് ഇത്തവണ കനത്ത പരാജയം എന്ന് അതിന് മുന്നേ തന്നെ അവർ പ്രതികരിച്ചു. കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്തവണ തോൽക്കാൻ കാരണം ഇന്ന പ്രശ്നങ്ങളാണ്. കുടുംബങ്ങളിലേക്ക് വരെ ആരോപണം നീണ്ടു. മാത്രമല്ല ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഇവിടുത്തെ സർക്കാർ എത്രത്തോളമാണ് ഇപ്പം ജനങ്ങളെ സേവിക്കുന്നത്, മാത്രമല്ല എത്രത്തോളം കളങ്കിതരാണ് അവരെന്നും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഈ ഒരു ജനവികാരത്തിന് നമുക്കധികം
നമുക്ക് വലിയ അത്ഭുതം ഒന്നും പറയാനില്ല. ഇത് ഇത്രയും വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് ഒരുപാട് വിമർശനങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൽ ഇവർ നടത്തിയ മാധ്യമവേട്ട തീർച്ചയായും ഇവർക്ക് എതിരായി എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു എന്നാണ്. നമുക്ക് തന്നെ നമ്മുടെ ഇവിടെ തന്നെ നടത്തിയ മാധ്യമവേട്ട നമുക്കറിയാം. ഏഷ്യാനെറ്റ് നടത്തിയ മാധ്യമവേട്ട തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് വേട്ടയടിക്കുക എന്നാണ്. പണ്ട് ഇവരെപ്പോഴും പറയുമായിരുന്നു ഇതൊക്കെ പണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുമായിരുന്നാണെന്നാണ്. കോൺഗ്രസ്സുകാർ എത്രയോ ഭേദമായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ കുറ്റങ്ങളും ഇപ്പോഴും നേതാക്കന്മാരും എല്ലാ മാധ്യമങ്ങളുടെ തലയ്ക്കാണ് വയ്ക്കുന്നത്. മാധ്യമങ്ങളുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഭൂരിപക്ഷം മാധ്യമങ്ങളും ഏതാണ്ട് ഇടത് ജേർണലിസ്റ്റുകൾ പ്രത്യേകിച്ച് പേഴ്സണലി എനിക്കറിയില്ല എല്ലാവരും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഭൂരിപക്ഷം ആൾക്കാരാണ്. പക്ഷെ എന്നിട്ട് പോലും അവരെ പോലും നിർബന്ധിതരായിട്ട് നമ്മളറിയാം പല ഇപ്പം ഇപ്പം സർക്കാരെ എതിർക്കാത്ത മാധ്യമ സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. ദേശാഭിമാനിയും കൈരളി TV ഒഴികെ എല്ലാവരും അവർ ആ രീതിയിലാണ് അവർ എന്താ പറയുക. ബാക്കിയുള്ളവര് നമുക്കറിയാം മുമ്പുള്ള അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെല്ലാവരും ശരി തന്നെ അവരൊക്കെ കൃത്യമായിട്ടൊരു എന്താ പറയുക അവർക്ക് അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെ വായിന്നാണ് വരേണ്ടത് ഓരോ കാര്യങ്ങളും. അവരെ പണക്കി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം. അവരെ പോലെ തന്നെ ട്രോളന്മാരായാലും ഇപ്പൊ നമുക്കറിയാം പോരാളി ഷാജി വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിവേകത്തോടെ ഹാൻഡിൽ ചെയ്യണം. കാരണം ഇവർക്ക് കണ്ടന്റുകൾ നല്ലോണം അറിയാം. അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പൊ നമ്മൾ നടത്തുന്ന ഓരോ സമീപനം പോലെ ഇരിക്കും അതിനൊരു ഈ രീതി. അതാണ് ഇവിടെ അവർക്ക് തോൽക്കാൻ ഇടയാക്കി. ഇപ്പൊ എല്ലാവരും സകലമായ ആൾക്കാരെയും പിണക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. മാത്രമല്ല അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാതെ അതിന് വീട്ടിലിരിക്കുന്ന എല്ലാവരും ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്താനുള്ള ത്വര കൂടുകയുള്ളൂ. അങ്ങനെ ഓരോ അന്വേഷണ പരമ്പരയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത്. ഇവിടെ പിണറായി സർക്കാർ എനിക്ക് തോന്നുന്നു 1-2 മാധ്യമങ്ങൾ 3-4 മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരെ പ്രത്യേകിച്ച് ദേശീയ പേഴ്സണൽ വെഞ്ചൻസ് കൊണ്ടൊന്നും ആയിരിക്കില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ലതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ജനോപകാരമായിട്ട് എന്തുണ്ടാണ് ഇപ്പൊ എന്ത് കാര്യമുണ്ട്. ഇപ്പം ഈ കുട്ടികൾ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ വിലക്കയറ്റമായാലും ശരി കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം പോലും നേരെ കിട്ടാത്ത അവസ്ഥയിൽ വിലക്കയറ്റം ഒരു വശത്ത് ഇപ്പോഴും വയോജനങ്ങൾക്ക് പെൻഷൻ ഇല്ല. സാധാരണ യുവാക്കൾക്ക് ജോലിയില്ല. അതിന് താഴെ വരുന്നെങ്കിൽ കുട്ടികൾക്ക് പഠനം ഇപ്പൊ സ്കൂൾ +1 കുട്ടികൾക്ക് പഠനമില്ല. അംഗൻവാടിയിലാണെങ്കിൽ അതുപോലെ തന്നെ ഉച്ചഭക്ഷണമില്ലാത്ത അവസ്ഥ. ഇപ്പം കടം വാങ്ങാൻ വേണ്ടി കേന്ദ്രത്തിന് കാത്തു കെട്ടി കിടക്കുക. ഇപ്പൊ അങ്ങനെ ഓരോ സെക്ഷൻ എടുത്താലും അവർക്ക് കുറ്റങ്ങൾ മാത്രമേ നമുക്ക് കണ്ടെത്താനുള്ളൂ. അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരെ ഇങ്ങനെ നരകിപ്പിച്ച് വെറുപ്പിച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് കിടന്ന് ഈ ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇന്നലെ നമ്മൾ പത്രപ്രവർത്തക യൂണിയൻ്റെ തിരുവനന്തപുരത്ത് ജില്ലാ കുടുംബ മേളയായിരുന്നു. മുഖ്യമന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഏതായാലും മുഖ്യമന്ത്രി ആദ്യം പ്രസംഗം നീട്ടിയില്ല. സാധാരണഗതിയിൽ താത്വികമായ അവലോകനങ്ങൾ നടത്തുന്നതാണ്. പക്ഷേ ആദ്യം താത്വിക അവലോകനം അത് നടത്തിയില്ല. അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. ഉദ്ഘാടനം നടത്തി വളരെ കുറച്ച് വാക്കുകൾ അതുപോലെ മറ്റ് വലിയ മാധ്യമങ്ങൾ വിമർശനം അങ്ങനെ നടത്താതെ അദ്ദേഹം പെട്ടെന്ന് പോവുകയായിരുന്നു പരിപാടിയിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വിചാരിച്ചു മുഖ്യമന്ത്രി ഇനി വരുമോ. മാധ്യമങ്ങൾ ആണല്ലോ ഇപ്പം പ്രധാനമായി ഈ സർക്കാരിനെ ഈ കൈകാര്യം ചെയ്തതെന്നൊക്കെയുള്ള ആരോപണമൊക്കെ സഹായത്തെ. പക്ഷേ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചിട്ടങ്ങ് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം CPM മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വല്ലാത്ത പ്രതിസന്ധി ചെന്നപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാൾ പിൽക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആ വിദ്യാഭ്യാസ മന്ത്രി കളിയാക്കിയാണ് സ്വന്തം പ്രസ്ഥാനത്ത് തന്നെ. അവരെ ശരി കുറേ കാലം ആയില്ല. അപ്പോൾ ഇനി ഒന്ന് ഉഷാറായി വരട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും അവരെ കളിയാക്കുകയാണ് തിരിച്ചങ്ങോട്ട്. അത് ഇവരൊന്നും ചെയ്തില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ മേഖല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ഇവർ പ്രതികരിക്കാൻ പോയില്ല. അവർക്ക് സമയമില്ല ഇതിനൊന്നും. അവരിത് നേരെ നോക്കി പിന്നെ എന്താണ് എഴുതാത്ത പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനും BCom ജയിക്കാതെ MCom അഡ്മിഷൻ കിട്ടാനും അല്ലെങ്കിൽ തീസിസ് പലരെയും കൊണ്ട് എഴുതിപ്പിക്കാനും ഒക്കെ നടന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഒന്നും ചെയ്തില്ല. ശിവൻകുട്ടിക്ക് അത് പറയാനുള്ള അർഹതയുണ്ട് കേട്ടോ. കാരണം അവരൊക്കെ SFIയുടെ സംസ്ഥാന നേതാക്കളായ സമയത്ത് ഒരുപാട് തല്ലുകൊള്ളുകയും ഒരു പാർട്ടിക്കൊണ്ട് ഒരുപാട് പ്രസ്ഥാനത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടവർ തന്നെയാണ് ശിവൻകുട്ടിയൊക്കെ. പക്ഷേ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്ക് വന്നിട്ട് കാര്യമില്ല. പരിഹസിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെ അർഹതപ്പെട്ട കാര്യമാണ് ചോദിച്ചത്. അല്ലാതെ ഇപ്പം വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം ഈ സീറ്റ് നിഷേധിച്ചത് ചോദ്യം ചെയ്തത് ഇപ്പം നല്ല കാര്യം എന്നാണ് പറയുന്നത്. SFI ചോദ്യം ചെയ്താൽ നല്ലൊരു കാര്യമാണ്. എന്തുദ്ദേശമാണെങ്കിലും ശരി തന്നെ. ഇപ്പം ചിലപ്പോൾ പരിഹാസമൊക്കെ വരുന്നത് അത് വേറൊരു വശത്ത് നോക്കാം. പക്ഷേ അതിൻ്റെ കാര്യം അത് ഗൗരവമായിട്ട് എടുക്കുക. കാരണം ഇപ്പോൾ SFI ആയാലും ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞാൽ പോലും അത് കേൾക്കേണ്ട ഒരു കാര്യം ഒരു ബാധ്യസ്ഥത ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കോ ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ടത് കാര്യങ്ങൾ പഠിച്ച് അതിനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കണം. ഇപ്പോഴും പറയുന്നത് പ്രശ്നങ്ങളില്ല എല്ലാം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ എനിക്കൊന്ന് ഭരണകക്ഷി MLA വരെ ഇപ്പം പാർലമെന്റിൽ നിയമസഭയിൽ ചോദ്യം വരെ ഉന്നയിച്ചു കഴിഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ചോദ്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കണം എത്രത്തോളം ഗൗരവകരമാണ്. അപ്പോൾ രണ്ട് പക്ഷമുണ്ട് ഒരു ഇതിനകത്ത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കഴിഞ്ഞ 1ാം പിണറായി മന്ത്രിസഭയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് 2 ആക്കി 2 മന്ത്രിമാരെ വെച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി
അല്ലാത്ത ജനറൽ എഡ്യൂക്കേഷന് ഒരു മന്ത്രി. ഇത്തവണ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞങ്ങൾ 5 സ്റ്റാർ സ്കൂൾ വെച്ചു, പല സർക്കാർ സ്കൂളിലും കണ്ട് അതുങ്ങൾ ഞെട്ടിപ്പോകുന്നൊക്കെ അവർ പറയുമ്പോഴും ഈ ഒരുപാട് ഇതൊന്നുമില്ലാത്ത എത്രയോ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അധ്യാപകരില്ലാത്തതും ആവശ്യത്തിന് സ്റ്റാഫില്ലാത്തതൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് പിന്നെ ഒരുപാട് പരിമിതികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്രയോ പേരുണ്ട്. നമ്മുടെ ഈ നേതാക്കന്മാരുടെ എത്ര പേരുടെ മക്കൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന നമ്മൾ അന്വേഷിച്ചു സർക്കാർ സ്കൂളിൽ വളരെ വിരൽ എണ്ണാന്നുള്ളവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പിന്നെ പഠിക്കുന്നത് അല്ലാത്ത വരുന്ന പിന്നെ വലിയ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ തന്നെയാണ്. കാരണം അവർക്ക് വിദേശത്തൊക്കെ പോയി ഭാവിയിൽ പഠിക്കാനുള്ളത്, അമേരിക്കയിൽ പോയി പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തും. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം, +1 സീറ്റിൽ വരുമ്പോൾ നമ്മൾ ഗൗരവകരമായിട്ടുള്ള കാര്യം പറയേണ്ടത്, ഇവിടെ എല്ലാവരും ചർച്ചയാക്കുമെന്ന് അറിയില്ല, നമ്മുടെ വിജയ ശതമാനത്തിനനുസരിച്ചുള്ള സീറ്റുകൾ നൽകണം. അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടെ ഇതാണ് ഇത്രയും ലിബറൽ ആക്കാൻ പാടില്ല റിസൾട്ട്. ഇപ്പം നമുക്കറിയാം പേരെഴുതിയാൽ പോലും ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇപ്പം നമുക്ക് ഇവിടെ അടിക്കടി പണ്ടൊക്കെ ആണെങ്കിൽ ഒരു A+ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇപ്പം എല്ലാ വിഷയത്തിനും A+ എന്ന് പറയുമ്പോൾ ഒരു കോമൺ കാര്യമാണ് ഇവിടെ. ഇത് ഞാൻ കുട്ടികളുടെ കഴിവിനെയുള്ള അടിസ്ഥാനപ്പെടുത്തിയല്ല പറഞ്ഞത്. പക്ഷേ ഇത്രയും ലിബറൽ ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കില്ലിനെ ബാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ കൊടുക്കണമെന്ന് തെറ്റില്ല. അതനുസരിച്ച് സീറ്റുകൾ അനുവദിക്കണം, അതനുസരിച്ചുള്ള ഭാവി കാര്യങ്ങൾ കുട്ടികൾക്ക്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞിട്ട് കാര്യമല്ലോ, എന്തെങ്കിലും അവരെ കാര്യം ജയിച്ചു കഴിഞ്ഞാൽ കുട്ടി അപ്പോൾ സർക്കാരിൻ്റെ ചുമതല അവിടെ തീർന്നു, ഇനി ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സാധാരണ കുട്ടികൾ പോലും വിദേശത്ത് നിന്നൊരു ഓപ്ഷൻ തീരുമാനിക്കുന്നത്, കേരളം വിട്ടു പോകാൻ. എന്നിട്ട് നാളെ ഇവിടെ കിടന്ന് കരയും, ഗവൺമെന്റ് കിടന്ന് കരയും, ഇവിടെ കുട്ടികളില്ല, ഇവിടെ പഠിക്കാൻ കുട്ടികളില്ല. ആ രീതിയിൽ പറഞ്ഞിട്ട് ഒരു കാര്യം, അത് തികച്ചും ബാലിശമാണ്. ആയിരിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മോഡറേഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. 210 കിട്ടിയാലേ ജയിക്കുള്ളൂ, മോഡറേഷൻ കൊടുക്കും. അപ്പോൾ ആവശ്യപോലെ അവസാനം മോഡറേഷൻ്റെ തോത് കൂടിക്കൊണ്ടിരുന്നു. കുറേ പേര് ജയിപ്പിക്കണ്ടേ, അങ്ങനെ കൂട്ടി അവസാനം വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ചെന്നെത്തി. 210 കിട്ടുക, ചിലപ്പോൾ അയാൾക്ക് ഒരു വിഷയത്തിൽ കിട്ടിയാൽ 2-3 മാർക്കായിരിക്കും, എന്നാലും അവസാനം കൂട്ടി നോക്കുമ്പോൾ 210. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഇവർ എന്ത് ചെയ്യും എന്നുള്ളത് മറ്റൊരു ചോദ്യം. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം അങ്ങേയറ്റം ഇടിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകളും സെമിനാറും വിദഗ്ധാഭിപ്രായമൊക്കെ തേടുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് നടക്കുകയാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്തെങ്കിലും ഗുണം കിട്ടുമോ, എനിക്കതെങ്കിലും കമ്മിറ്റി കിട്ടും, എനിക്ക് ഏതെങ്കിലും സർക്കാർ സമിതിയിൽ അംഗമാവാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് കൂടുതലുള്ളത്. അതെ, ഇപ്പോൾ ഈ സത്യം പറയാം അതാണ് കാര്യം. കാരണം ഇപ്പം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പം ആളാകാനും തല്ലി തീർക്കാനും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കാനും കുറേ പേര് അങ്ങനെ ജീവിതം ഒഴുങ്ങി വെച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടിക്ക് വേണ്ടി അതുവഴി എന്തൊക്കെയോ ഉന്നത ജോലിയെ കിട്ടും, പാർട്ടി എല്ലാ കാലത്തും സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. ഇനിയും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണുള്ളൂ. എന്തൊക്കെ പറയാനും ഈ പാർട്ടിക്കാരൊക്കെ എല്ലാ കാലവും കൂടെ ഉണ്ടാവണമെന്നില്ല. അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ കൈവിടും. ഈ LDF മന്ത്രിസഭയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ല ഇത് തന്നെ, സർക്കാരിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ആർക്കും ഈ സാധാരണക്കാരെ ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ഇത്തരത്തിലുള്ള അതല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ മാത്രം ആരെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക, അത്തരം കാര്യങ്ങളിൽ മുഴുകിയപ്പോൾ ഇവർ ജനങ്ങളെ മറന്നുപോയി. അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ കനത്ത തിരിച്ചടി. അത് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കും. ഇനിയത് മനസ്സിലാകാത്തവരാണെങ്കിൽ പിന്നെ അവർ ലോകത്തല്ല ജീവിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നതും. KSU എന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം നമുക്കറിയാം കുറേ കാലം അവർ നിർജ്ജീവമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരുടെ സജീവമാണ്. ഇപ്പം എനിക്കൊന്നും എല്ലായിടത്തും ജയിച്ചു വരുന്നുണ്ട് അവരെ. അതൊക്കെ ജനവികാരത്തിനും കൂടെ ഒരു ഭാഗമാണ്. കാരണം ഇപ്പൊ തന്നെ കേരളത്തിന് മടുത്തതിന്റെ കാരണം ഒരു കുടുംബങ്ങളിൽ പോലും ചർച്ചകൾ ഉണ്ടായി കാണും. ചിലപ്പോൾ അവരുടെ എല്ലാം തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം, അതുപോലെ തന്നെ ഈ കോളേജുകളിലേക്ക് ഈ ഒരു KSUവിന്റെ ഒരു മുന്നേറ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കിട്ടേണ്ടതെന്ന് കിട്ടുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ആ റിസൾട്ടുകളിൽ നിന്ന് കണ്ടത്. അപ്പൊ ഇനിയും നടക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാം സഹിച്ചും ത്യാഗവും നടത്തിയൊന്നും ജനങ്ങളൊന്നും അല്ലെങ്കിൽ എല്ലാ കാലവും നിൽക്കണമെന്നില്ല. അവർക്ക് അവരുടെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. സർക്കാർ നല്ലത് കൊടുത്താൽ അവർ നല്ലത് തിരിച്ചു കൊടുക്കും, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അല്ലെങ്കിൽ തിരിച്ചതുപോലെ തന്നെ റിസൾട്ട് അവർ കൊടുക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നടക്കാൻ പോകുന്നത് തന്നെ. ഇപ്പം SFI ഇറങ്ങി, നാളെ മൊത്തത്തോടെ കൂടളകും. ഇനിയും നമ്മുടെ അത്ഭുതങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എല്ലാ ലിസ്റ്റോക്കിലും പറയുമ്പോൾ KSU MSF എല്ലാം സജീവമായപ്പോഴും പിന്നെ SFI ഇറങ്ങിയത്. കാരണം അതിലേക്ക് ക്രെഡിറ്റ് അവർ കൊണ്ടുപോകും. കാരണം പണ്ടത്തെ KSU അല്ല ഇപ്പോഴത്തെ KSU എന്നവർക്ക് മനസ്സിലായി. കാരണം ഈ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, കോൺഗ്രസ് ഇപ്പോൾ എപ്പോഴും അവരുടെ പ്രവർത്തനം കൊണ്ടായിരിക്കില്ല ജയിക്കുന്നത്. ബാക്കി CPM-ൻ്റെ ഇടതുമുന്നണിയുടെ കയ്യിൽ പോകൊണ്ടാണ് അവർ ജയിക്കാറുള്ളത്. അതുപോലെ ഒരു SFI-ക്കാരുടെ പ്രവൃത്തി കൊണ്ടും കൂടെ ആയിരിക്കാം ഇപ്പോൾ കുട്ടികൾ കൂടുതൽ ഒരു പക്ഷേ അവർ KSU-നെ ഓപ്റ്റ് ചെയ്യുന്നത്. KSU-ൽ നമുക്കറിയാം നേരിടാമൽ കൂട്ടാടിയും തല്ലുമൊക്കെ നടത്തിയതാണ്. എന്നിട്ടും ജനങ്ങൾ കുട്ടികൾ അവരെ പിന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് SFI-ക്ക് കുഴപ്പം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, സർക്കാരിന് കുഴപ്പം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ചർച്ചകളായിരിക്കും വരുന്നത്. ഇനി വലിയ സമരം, ഇപ്പോൾ എനിക്കൊന്ന് സെക്രട്ടറിയിലൊക്കെ ഇനിയും സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും
KSU ഒക്കെ ഇറങ്ങുന്നുണ്ട്, സമരം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടിയെ തടഞ്ഞു KSUക്കാർ തിരുവനന്തപുരത്ത്. കാരണം 5 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ റോഡിൽ അദ്ദേഹത്തിൻ്റെ കാർ തടഞ്ഞിട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം KSUക്കാരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പിടികൂടുന്നൊക്കെ. അത് പിന്നെ അവരുടെ നിയമത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ എങ്കിലും ഈ പിന്നെ CPM-നെ സംബന്ധിച്ച് അവർ വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും 64 പാർട്ടി രൂപീകരിച്ച് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 2ആയി, CPM അതിന് ശേഷം CPM ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്, അപകടഘട്ടങ്ങൾ. പക്ഷേ അതിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്നൊക്കെ ഈ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിളർപ്പല്ല, നേതാക്കൾ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൈദ്ധാന്തിക വിഷയങ്ങളുടെ മേലാണ്, ആശയങ്ങളുടെ മേലാണ്. ഇന്നിപ്പോൾ ആശയമൊന്നുമല്ല. ഈ നേതാക്കന്മാരുടെ കുടുംബ വിഷയവും അവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഈ ധാർഷ്ട്യവും ഈ വോട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതൊക്കെ തന്നെയാണ്. മാത്രമല്ല ഈ പാർട്ടിക്ക് അതിന് നല്ലൊരു ഉപദേശകരില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ കൃത്യമായ ഒരു ഉപദേശം നൽകാൻ ഒരാളുമില്ല. ഇപ്പോഴും ആദ്യ വാക്കും അവസാന വാക്കും പിണറായി വിജയൻ. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പോലും അവരെ ഓച്ചാനിച്ച് കേരളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു യോഗം നടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഫസ്റ്റ് നമുക്കറിയാം ആദ്യം മുതൽ അവസാനം വരെ അതാണ്. അതിൻ്റെ അപ്പുറം ഒരാളും പറയാനും പാടില്ല, എതിർക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഒരു പാർട്ടി നിന്നാവുന്നത്? കൂടുതൽ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യവും. അതാണ് ശിവൻകുട്ടിയുടെ വാക്കുകളൊക്കെ തന്നെ അത് വെളിവാകുന്നത്. അതാണ് അതെ. ഈ നിയമസഭയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പലപ്പോഴും ഉത്തരം മുട്ടി എന്നുള്ളിടത്താണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പിന്നെ ഭരണകക്ഷിയിലെ ഒരു യുവ MLA ബഹളം ഉണ്ടായിക്കൊണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് ബസ് കടഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കണ്ണൂരിലെ വിഷയമാണ്. അവിടെ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുന്നു. ഇതൊക്കെ ഇവിടെ ഒരു സർക്കാരുണ്ടോ തന്നെ ചോദിക്കുന്ന രീതിയിലായി പോയില്ലേ കാര്യങ്ങൾ. ഈ മന്ത്രിമാരാക്കാൻ അർഹതയുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ അവരൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മാത്രം പഴയ ആൾ, ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം CPM എന്നുള്ള പുതിയ ആളെ കൊണ്ടുവരുന്നു. എപ്പോഴും നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് കുറച്ച് പേരെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. എല്ലാവരും ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ മുഴുവൻ പിന്നെ മിടുക്കന്മാരായിരിക്കണമെന്നും പറയുന്നില്ല. കാലക്രമത്തിൽ അതൊക്കെ ശരിയായിക്കോളും. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ജില്ലാ കമ്മിറ്റികളിൽ, ഇനി ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് താഴെത്തട്ടിലേക്കും പോകും, ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിക്കും എല്ലാം ഈ ചർച്ച പോകുമ്പോഴൊക്കെ തന്നെ ഈ അവിടെ ഇതിന് വിശദീകരിക്കാനും ന്യായീകരണത്തിനൊക്കെ ചില നേതാക്കന്മാർ പെട്ടുപോകും മിക്കാറും. കാരണം അണികൾ ഇലക്ഷനിൽ കഷ്ടപ്പെട്ട ഒരുപാട് ആളില്ലേ, അവരാരും വരുന്ന കാശ് വാങ്ങിച്ചിട്ടായിരിക്കില്ലല്ലോ ചെയ്തിട്ടുള്ളത്. അവനവൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് ഇറങ്ങിയവരായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ജനങ്ങളെ എപ്പോഴും മണ്ടന്മാരാക്കുക എന്നുള്ളൊരു ഒരു നയത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ അവരെ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവരെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അതിൻ്റെ ശിവൻകുട്ടി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. കുറേ കാലം സമരം ചെയ്യാതൊക്കെ ഇരുന്നേല്ലേ, ഇനി ഒന്ന് ഇറങ്ങി ഒന്ന് ഉഷാറാകുക എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതൊരു ഈ SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആൾ തന്നെ ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ. അതുപോലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ടിങ്ങിന് പോകുന്ന നേതാക്കന്മാർ ഇപ്പോൾ അവിടുത്തെ അവരുടെ പ്രവർത്തകർ, അവരുടെ നേതാക്കളിൽ നിന്ന് നേരിടുന്ന ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടി നിൽക്കുന്നൊരവസ്ഥ, ഇതൊക്കെ തന്നെ CPM-നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊടി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. CPM-ന് അത് അവരുടെ കാര്യം. പക്ഷേ നമ്മുടെ നാട്ടിലെ സർക്കാർ ജനങ്ങൾക്ക് സാധാരണ പ്രയോജനം ലഭിക്കേണ്ട, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങളുടെ സംരക്ഷണം നൽകേണ്ട, ഇവരെ കയറ്റി നിന്നൊക്കെ അവർ രക്ഷിക്കേണ്ട സർക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ സൈദ്ധാന്തിക വിശദീകരണങ്ങളൊന്നും ജനത്തിന് ആവശ്യമില്ല. താത്വികമായ ഒരു അവലോകനവും നമുക്ക് വേണ്ട. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്വസ്ഥമായ ഒരു മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണം. അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഒന്നും പറയാനില്ല. നമസ്കാരം.